നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 3 ആഴ്ചകളിൽ ഇടയന്മാരുടെയും ഡീക്കന്മാരുടെയും ശുശ്രൂഷയെക്കുറിച്ച് പല കാര്യങ്ങളും നാം ചിന്തിച്ചു. പ്രധാനമായും മൂപ്പന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നുകൊണ്ട് മൂപ്പന്മാരുടെ ശുശ്രൂഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് അടുത്ത ആഴ്ച ഡീക്കന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞ് ഈ ക്ലാസ്സിൽ ഒരുപക്ഷെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. മൂപ്പന്മാരുടെ ശുശ്രൂഷകളെ അക്കമിട്ട് പറയാനാണെങ്കിൽ ഒരു 14-15 കാര്യങ്ങൾ അവിടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. അതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാവുന്നത് ഒന്ന്, സഭയിൽ അധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ്. അവരെ അധ്യക്ഷന്മാരെന്നാണ് വിളിക്കുന്നത്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നാണല്ലോ തിമോത്തിയോസിന്റെ ലേഖനത്തില് നാമ മൂപ്പന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അധ്യക്ഷനില്ലാതെ ഒരു യോഗം ഒരിക്കലും നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്രമമായും സ്വന്തമായും നടത്തുവാനായിട്ട് അധ്യക്ഷനായിട്ട് ഒരാൾ വേണം. സഭയ്ക്ക് നിരവധി മീറ്റിങ്ങുകളുണ്ട്. ആ മീറ്റിങ്ങുകളിലെല്ലാം മൂപ്പന്മാരിൽ ഒരാൾ അധ്യക്ഷത വഹിക്കേണ്ടതാണ്. ഇനി മീറ്റിങ്ങുകൾ മാത്രമല്ല, സഭ എന്ന് പറയുന്നതിന് തന്നെ എൻ്റെ അധ്യക്ഷന്മാരായിട്ടാണ് ഈ മൂപ്പന്മാരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. സഭയുടെ യാതൊരു കാര്യവും മൂപ്പന്മാരുടെ ശ്രദ്ധയില്ലാതെ നടക്കാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥയും ദൈവത്തിന്റെ ക്രമീകരണവും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു എന്ന പ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുമ്പോൾ ഫിലിപ്പിയിലെ വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എന്നാണ്. പത്രോസിലെ ലേഖനത്തിലും അത് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ അധ്യക്ഷത ചെയ്യുവീൻ, ദിവ്യാഗ്രഹം കൂടാതെയും അധികാരമോഹം കൂടാതെയും അധ്യക്ഷത ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഭയുടെ ഞായറാഴ്ചത്തെ കർത്തൃ ദിവസത്തെ മീറ്റിങ്ങുകൾ, അതിലെന്തെല്ലാം നടപടികളുണ്ടോ അതിനെല്ലാം, ഉച്ചകഴിഞ്ഞുള്ള പരിപാടികൾ, ഇടദിവസങ്ങളിലെ പ്രാർത്ഥനാ യോഗങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ, പിന്നെ യൂത്തിന്റെ മീറ്റിങ്ങുകൾ കാണും, കപ്പിൾസിന്റെ മീറ്റിങ്ങുകൾ കാണും. ഇങ്ങനെ വ്യത്യസ്തമായ മീറ്റിങ്ങുകൾ സഭയ്ക്കുണ്ട്. ഈ മീറ്റിങ്ങുകളിലെല്ലാം അധ്യക്ഷത വഹിക്കേണ്ടത് മൂപ്പന്മാരിൽ ആരെങ്കിലും ഒരാളാണ്. അത് മൂപ്പന്മാരുടെ ഓരോ ആഴ്ചത്തെയും മീറ്റിങ്ങിൽ അവർ നിശ്ചയിക്കും. അടുത്ത ആഴ്ചത്തെ ഇന്ന മീറ്റിങ്ങുകളിൽ ഇന്ന ആളുകൾ അധ്യക്ഷത വഹിക്കുന്നതാണ്. ആ മീറ്റിംഗ് സമയത്ത് ആരംഭിക്കുന്നതിനും മീറ്റിങ്ങിന്റെ പരിപാടികളെ ക്രമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ട സമയത്ത് തന്നെ അത് അവസാനിപ്പിക്കുന്നതിനും ആ മീറ്റിങ്ങിൽ സംസാരിക്കേണ്ടവർ, പങ്കെടുക്കേണ്ടവർ, ചർച്ച ചെയ്യേണ്ടവർ ആരൊക്കെയോ അവരെല്ലാം ഒരുക്കി നിർത്തേണ്ടതിനും ഇതെല്ലാം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. അധ്യക്ഷത വഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു പിതാവാണ് ഭവനത്തിലെ കാര്യങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ മേൽനോട്ടവും സമ്മതവും കൂടാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോ മൂപ്പന്മാരെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഞാൻ പലയിടത്തും കണ്ടുള്ള സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ആരും അധ്യക്ഷത വഹിക്കാതില്ലാതെ ഒത്തിരി മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ചില മീറ്റിങ്ങുകൾക്ക് മൂപ്പന്മാരാരും കാണുകയില്ല. സഹോദരന്മാർ കൂടി വരുന്നവർ ഒരു പാട്ടുപാടി പ്രാർത്ഥിച്ച് എന്താ പറയാനുള്ളത് പറഞ്ഞങ്ങ് പോവുകയാണ്. അങ്ങനെ നാഥനില്ലാ കളരിയല്ല സഭയെന്ന് പറയുന്നത്. മൂപ്പന്മാർ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവജനത്തിന്റെ ക്രമീകരണം അതാണ്. രണ്ടാമത് ഇടയന്മാരുടെ ജോലിയായിട്ട് പറയുന്ന ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക എന്നാണ്. ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക 1 പത്രോസ് 5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോസ്തലർ 20-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യത്തിൽ എഫെസോസിൽ നിന്ന് മൂപ്പന്മാര് വരുത്തി അവരോടും പറയുന്നുണ്ട് ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക.
1 മത്തീയോസ് 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരും നന്നായി ഉപദേശിക്കുന്ന മൂപ്പന്മാരും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുക എന്ന് പറയുന്നത് ഒരാടിന് എന്തെല്ലാം ആവശ്യമാണോ, അല്ലെങ്കിൽ ആട്ടിൻകൂട്ടങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം നൽകുക എന്നാണ്. 23-ാം സങ്കീർത്തനം ആടുകളും ഇടയനും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധത്തെ, ഇടയന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചൊക്കെ പറയുന്നതായിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമുക്കറിയാം. ആടുകൾക്ക് മുട്ടില്ലാത്ത നിലയിൽ ആടുകളുടെ കാര്യങ്ങൾ നോക്കുക എന്നതാണ് ഈ മേയ്ക്കുക എന്നതിൽ അടങ്ങിയിരിക്കുന്നത്. ആടുകൾക്ക് ധാരാളം തീറ്റ കൊടുക്കുക, പച്ചയായ വിഭവങ്ങളിൽ ആടുകൾക്ക് ശുദ്ധമായ ജലം കുടിക്കാൻ കൊടുക്കുക, അവയ്ക്ക് വിശ്രമം നൽകുക. അങ്ങനെ ആടിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യമായത് അതെല്ലാം നൽകേണ്ടത് ഇടയനാണ്. സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. വിശ്വാസികൾക്ക് പോഷണമുള്ള ആഹാരം, ദൈവത്തിന്റെ വചനം നൽകുക, അവരെ പോകേണ്ടുന്ന വഴി കാണിച്ചു കൊടുക്കുക, അവരുടെ കൃപാവരങ്ങൾ വളർത്തിയെടുക്കുക, വഴി തെറ്റിപ്പോകുന്നവരെ നേരെ കൊണ്ടുവരിക. ഇതെല്ലാം ഈ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. കർത്താവ് കാണാതെ പോയ ആടിന്റെ ഉപമ പറഞ്ഞപ്പോ, കാണാതെ പോയ ആടിനെ തേടി ഇടയൻ നേരം വെളുക്കട്ടെന്ന് പറയില്ല, രാത്രി തന്നെ പോയി അതിനെ കണ്ടെത്തുവോളം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മേയ്ക്കുക എന്ന് പറഞ്ഞ ശുശ്രൂഷ പകൽക്കാലം മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷയല്ല. പകലും രാത്രിയിലും മഴയത്തും വെയിലത്തും ഏത് സമയത്തും ആടുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ഇടയിലൊക്കെ മൂപ്പന്മാരൊന്നും ഫുൾ ടൈം വർക്കേഴ്സ് അല്ല. എന്ന് പറഞ്ഞാൽ പൂർണ്ണസമയ മൂപ്പന്മാരെന്നൊരു ആശയം നമ്മുടെ ഇടയിൽ അധികം പ്രസക്തമായിട്ട് വരുന്നില്ല. ദൈവവചനത്തിൽ പൂർണ്ണസമയ മൂപ്പന്മാരല്ലാത്ത മൂപ്പന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ദൈവവചനത്തിലെ ഈ ഫുൾ ടൈം എന്നുള്ളതായിരിക്കും ഒരു പ്രയോഗം തന്നെയില്ല. പൂർണ്ണസമയ വേലക്കാരെന്നോ പൂർണ്ണസമയ സുവിശേഷകന്മാരെന്നോ പൂർണ്ണസമയ മൂപ്പന്മാരെന്നോ ഒന്നും പറഞ്ഞില്ല. ഒരാളെ മൂപ്പനായി നിയമിക്കുമ്പോൾ മൂപ്പനാണ്, അദ്ദേഹത്തെ ആ ജോലിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇതര സമുദായങ്ങളിലെല്ലാം നമുക്കറിയാം, അവർക്ക് പൂർണ്ണസമയ പാസ്റ്റർമാരും പൂർണ്ണസമയ ഇടയന്മാരും ബിഷപ്പുമാരും ഒക്കെയാണുള്ളത്. അവരൊക്കെ അവരുടെ ജോലി എത്ര കൃത്യമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കല് ചില വർഷങ്ങള് ഒരു പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്തോ എന്നാണ് അവിടെ ആരാധനാ സമയത്തെ സ്ഥലവും ഒക്കെ അവർ വിളിക്കുന്നത്. ഞാൻ ആ ഫെയ്ത്തോമിന് നേരെ എതിർവശത്താണ് താമസിച്ചത്. അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മുറ്റത്ത് നിന്നാൽ എൻ്റെ വീടിൻ്റെ വരാന്തയിൽ നിന്ന് കാണാമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഏതാണ്ട് ഒരു 8 മണി കഴിയുമ്പോൾ, ആളുകൾ ഓഫീസിൽ പോകുന്ന സമയമാകുമ്പോൾ, ആ സഭയുടെ പാസ്റ്ററും തൻ്റെ ഭാര്യയും കൂടെ എല്ലാ ദിവസവും 5 ദിവസം 6 ദിവസം ശനി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 5 ദിവസം അദ്ദേഹം പോകുന്നത് കാണാം. അദ്ദേഹത്തിന് ബൈബിളും ഒക്കെ എടുത്ത് ഭാര്യയും ഭർത്താവും കൂടെ പോകും. അവരുടെ സഭയിലെ ആളുകളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ഒരു ദിവസവും മുടങ്ങിയില്ല. അദ്ദേഹത്തിന് വല്ല അസുഖമെല്ലാം ഉള്ള ദിവസം മുടങ്ങിയിരിക്കും. അല്ലെങ്കിൽ ആശുപത്രിയിൽ ആരെങ്കിലും അഡ്മിറ്റ് ആക്കി അവർക്ക് ഓപ്പറേഷനോ വല്ലതും ഉണ്ട്, ആ സമയത്ത് ആശുപത്രിയിലായിരിക്കണമെങ്കിൽ അങ്ങനെ വല്ലതും മുടങ്ങുന്നതല്ലാതെ പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ശുശ്രൂഷയൊന്നും അവർ ചെയ്യാറില്ല. ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമില്ല. മീറ്റിങ്ങിന് ഒരുമിച്ച് വരുമ്പോൾ അവരെ കാണുന്നു എന്നല്ലാതെ അവരെ കാണുക തന്നെ ഇല്ല. അതുകൊണ്ട് ഏറ്റവും നമ്മുടെ ഇടയിലെ മോശമായ ശുശ്രൂഷ എന്ന് പറയുന്ന ഇടയ ശുശ്രൂഷയാണെന്ന് ഞാൻ ഖേദത്തോടുകൂടെ പറയട്ടെ. ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. മേയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് സൂക്ഷിക്കുക. സൂക്ഷിക്കുക എന്നുള്ളതിൽ അവർ നഷ്ടപ്പെടാതെ അവരെ സൂക്ഷിക്കുക, പിന്മാറ്റത്തിൽ പോകാതെ അവരെ സൂക്ഷിക്കുക, ചെന്നായ്ക്കൾ പിടിച്ചുകൊണ്ട് പോകാതെ അവരെ സൂക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് വിശ്വാസികൾ തെറ്റിപ്പോകാനുള്ളതായിരിക്കുന്ന നൂറുകണക്കിന് മാധ്യമങ്ങളാണ് അവരെ തെറ്റിക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല. നൂറുകണക്കിന്, ഡസൻ കണക്കിന്. അപ്പോൾ ഇങ്ങനെ വിശ്വാസികളെ തെറ്റിപ്പോകാതിരിക്കുവാൻ തക്കവണ്ണം അവരെ സൂക്ഷിക്കേണ്ടതായിരിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങളെ തന്നെയും ആട്ടിൻകൂട്ടത്തെയും സൂക്ഷിച്ചുകൊള്ളുവിനെന്ന്.
അധ്യായത്തിന് 28, 29 വാക്യങ്ങളിലാണ്. നിങ്ങൾ നിങ്ങളെ തന്നെയും ആട്ടിൻകൂട്ടത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇടയന്മാർക്ക് സഹ ഇടയന്മാരെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഇടയന്മാർ ഒരുമിച്ച് ചേർന്ന് ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം. ലേഖനം 13 അധ്യായത്തിന് 17 വാക്യത്തിൽ നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കിടങ്ങിയിരിപ്പീൻ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്, അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്. ഈ ജാഗരണം എന്ന് പറയുന്നത് ആടുകളെ സൂക്ഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഒരു വാച്ച് ഡോഗ്, കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു നായ, അതെപ്പോഴും വളരെ ശ്രദ്ധയോടെയാണ്. എന്ത് ശബ്ദം കേട്ടാലും ഉടനെ തന്നെ അതിന്റെ ചെവികളൊക്കെ ഉയർത്തി അതെന്താണ് കേട്ടത് എന്നതിനെ സംബന്ധിച്ച് അത് ശ്രദ്ധിക്കും. ആവശ്യമെങ്കിൽ അത് പെട്ടെന്ന് എഴുന്നേറ്റ് കുരയ്ക്കും, ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോവുകയൊക്കെ ചെയ്ത് നമുക്ക് കാണാം. ഒരു ഇടയൻ തന്റെ ആടുകളെ സൂക്ഷിക്കുക, ആടുകളെ പിടിച്ചുകൊണ്ട് പോകുവാനും ആടുകളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുവാനും തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനും തെറ്റായ ജീവിതശൈലികൾ അവർക്ക് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ധാരാളം ആളുകൾ ഇന്നത്തെ കാലത്തുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഇടയന്റെ കണ്ണിൽപ്പെടേണ്ടത് ആവശ്യമാണ്. എവിടെ അപകടമുണ്ടോ അവിടെ ഓടിയെത്തി ആടുകളെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. ആടുകളെ ഇടയന്മാർ തീറ്റാനായിട്ട് പോകുമ്പോൾ ആടുകൾക്ക് ദോഷം വരുന്നതായിരിക്കുന്ന വല്ല തീറ്റകളൊക്കെ ആടുകളെ കണ്ടാൽ അത് ചിലപ്പോൾ തിന്നാനായിട്ട് പോകും. കപ്പയും ഒക്കെ അതിൻ്റെ ഇലയൊക്കെ തിന്നിട്ട് കട്ടുപിടിച്ച് ചാകുക എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ടായിരുന്നോണ്ട് എനിക്കറിയാം. അഴിച്ചുവിട്ടാൽ ചിലപ്പോൾ കപ്പയ്ക്കുള്ളിലേക്ക് പോകും. ചില കപ്പുകൾക്ക് കട്ടുള്ള ഇലകളുണ്ട്, അതൊക്കെ തിന്നു കഴിഞ്ഞാൽ ആടുകൾക്ക് ചിലപ്പോൾ മരണം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ആടുകൾ പോകാതിരിക്കുവാൻ തക്കവണ്ണം ഇടയന്മാർ വളരെ സൂക്ഷിക്കുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ചെന്നായ്ക്കളൊക്കെ ഉള്ളതായിരിക്കുന്ന കാടുകളിലാണ് ആടുകളെ മേയ്ക്കുന്നതെങ്കിൽ വളരെ സൂക്ഷിക്കും. കരടിയോ സിംഹമോ പുലിയോ എന്ത് വന്യമൃഗങ്ങൾ ആടുകളെ പിടിക്കുന്ന വന്യമൃഗങ്ങൾ എന്തൊക്കെയാണോ അതിൻ്റെയൊക്കെ കരങ്ങളിൽ നിന്ന് അതിനെ രക്ഷിക്കണം. ദാവീദ് ഇടയനായിരുന്ന കാലത്ത് ഒരു സിംഹത്തിന്റെ വായിൽ നിന്നും ഒരു കരടിയുടെ വായിൽ നിന്നും ആടിനെ രക്ഷിച്ചതായിട്ട് തന്റെ സാക്ഷ്യം തന്നെ പറയുന്നത് നാം കേൾക്കുന്നുണ്ട്. ശൗലിന്റെ അടുക്ക ചെന്നിട്ട് നീ യൗവനക്കാരനാണ്, നിനക്ക് ഗോലിയാത്തിനെ നേരിടാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എളിയവൻ ആടിനെ തീറ്റി നടക്കുന്ന കാലത്ത് ചെന്നായി സിംഹം വന്ന് ആടിനെ പിടിച്ചിട്ട് ഞാനതിനെ അതിന്റെ വായിൽ നിന്ന് വലിച്ചെടുത്തു, സിംഹത്തെ അടിച്ചു വന്നു. അവിടെ തന്നെ ഒരു കരടി വന്നത്. അപ്പൊ അങ്ങനെ ആടുകളെ സംരക്ഷിക്കുന്ന ഒരു ഇടയനായിരുന്നു ദാവീദ്. അങ്ങനെയുള്ള ജോലി തന്നെയാണ് ഇടയന്മാർ ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്കറിയാം ഷീപ്പ് സ്റ്റീലിംഗ് എന്ന് പറയാറുണ്ട്, ആടുകളെ മോഷ്ടിക്കുക എന്ന് പറയാറുണ്ട്. ഒരു സഭക്കാർ വന്ന് മറ്റു സഭയുടെ ആടുകളെ അടിച്ചുകൊണ്ട് പോകും. പലപ്പോഴും ആടുകളെ അങ്ങനെ അടിച്ചുകൊണ്ട് പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇടയന്മാർ സൂക്ഷിക്കാത്തതുകൊണ്ടാണ്. ആടുകൾ സഭ വിട്ട് മറ്റു സഭയിൽ പോയി 2-3 ആഴ്ച കഴിയുമ്പോഴാണ് ഇവിടുത്തെ ഇടയന്മാർ അറിയുന്നത്, ഈ സഹോദരനെ കണ്ട 2-3 ആഴ്ചയല്ല, അയാൾ വേറെ സഭയിൽ പോയി ചേർന്നു. അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സങ്കടമല്ലേ? സഭയിലെ ഒരു വിശ്വാസി ഒരു കുടുംബവും സഭ വിട്ട് പോയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുന്നത് എന്തോ ഒരു നാണക്കേടാണ്. ആടിനെ കാണുന്നില്ല, അയ്യോ 2-3 ആഴ്ചയായി ആടിനെ സിം പിടിച്ചിട്ട് പോയി, ചെന്നായി പിടിച്ചിട്ട് പോയി, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നൊരു ഇടയൻ പറഞ്ഞാൽ എങ്ങനെയുള്ള ഒരു ഇടയനായിരിക്കും ആ ഇടയൻ? അപ്പൊ ആടുകളെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ മക്കളെ നോക്കുവാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ഇടയന്മാരെയാണ്, മൂപ്പന്മാരെയാണ്. അവരാ ജോലി നന്നായി ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 5:3 പറയുന്നുണ്ട്, മൂപ്പന്മാരോട് ആടുകൾക്ക് മാതൃകയായിക്കൊണ്ട് ഇടയ ശുശ്രൂഷ ചെയ്യാനാണ്. മാതൃകയായിക്കൊണ്ട് ആട്ടിൻകൂട്ടത്തിന് മാതൃക കാണിക്കുക എന്ന് പറയുന്ന ഇടയന്മാരുടെ ജോലിയാണ്. ആടിനോട് വചനം വായിക്കണമെന്ന് വിശ്വാസികളോട് പറഞ്ഞാൽ പോരാ, വചനം വായിക്കുന്നതിന് മാതൃക ഇടയന്മാർ കാണിച്ചു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നതിന് മാതൃക ഇടയന്മാർ കാണിച്ചു കൊടുക്കണം. ഭാര്യയെ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ചിട്ട് മാത്രം കാര്യമില്ല. ഭാര്യയെ സ്നേഹിക്കുന്നതിന് മാതൃക മൂപ്പന്മാരെന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളില് കുടുംബകാര്യങ്ങൾ നടത്തണമെന്ന് പറയുമ്പോൾ അതിന് മാതൃക, മക്കളെ അച്ചടക്കത്തിൽ വളർത്തണമെന്ന് പറയുമ്പോൾ അതിന് മാതൃക, അത് സൽക്കാരം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് മാതൃക.
അങ്ങനെ ഓരോ കാര്യത്തിലും നാം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് മൂപ്പന്മാരാണ്. അത് ഒരു ചെറിയ ഉത്തരവാദിത്വമല്ല, ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഒരു സഭയിലെ ശരാശരി ആളുകളെ എടുത്താൽ, വിശ്വാസികളെ എടുത്താൽ അവരുടെ ആവറേജ് ആയിരിക്കും മൂപ്പന്റെ ആവറേജ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രാർത്ഥിക്കാത്ത ആളുകളാണെങ്കിൽ പ്രാർത്ഥിക്കാത്തൊരു മൂപ്പൻ ആ സഭയ്ക്കുണ്ട്. വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതിന്റെ കാരണം അവരുടെ മൂപ്പരും അങ്ങനെയൊക്കെ തന്നെയാണ്. കുടുംബജീവിതത്തിൽ തകരാറുള്ള ആളുകളാണ് സഭയിലെ എല്ലാവരും എങ്കിൽ മിക്കവാറും മൂപ്പന്റെ കുടുംബജീവിതത്തിൽ തകരാറുണ്ട്. സഭയിലെ വിശ്വാസികളുടെ മക്കളൊക്കെ അനുസരണം കെട്ട മക്കളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ മൂപ്പന്റെ മക്കളെ നോക്കി, മൂപ്പന്മാരുടെ മക്കളെ നോക്കിയാൽ മതി അവരെങ്ങനെയാ ജീവിക്കുന്നത്. അപവാദങ്ങൾ കാണും തീർച്ചയായിട്ടും, എങ്കിലും ഒരു പ്രമാണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. മൂപ്പന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാതൃക കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു. പൗലോസ് അപ്പോസ്തലന് മാതൃകയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് 1 കൊരിന്ത്യർ 11 അധ്യായത്തിലൊക്കെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുകയും ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുകയും. 4-5 പ്രാവശ്യം പൗലോസ് പറഞ്ഞു ഫോളോ മീ, ഫോളോ മീ, ഫോളോ മീ. പൗലോസിനെ അനുഗമിക്കാൻ പറഞ്ഞു, അനുകരിക്കാൻ പറഞ്ഞു. അനുകരണയോഗ്യമായിരിക്കുന്ന ഒരു ജീവിതശൈലി പൗലോസ് വിശ്വാസികൾക്ക് മുൻപിൽ കാഴ്ചവെച്ചത് കൊണ്ടാണ് തനിക്കത് പറയുവാനായിട്ട് കഴിഞ്ഞത്. അനേക മൂപ്പന്മാർക്കും അത് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം അവരുടെ ജീവിതം അങ്ങനെ അനുകരണയോഗ്യമായിരിക്കുന്ന ഒരു ജീവിതമല്ല. മൂപ്പനായി പോയത് കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നല്ലാതെ അനുകരിക്കുവാൻ യോഗ്യമായിരിക്കുന്ന ഒരു ജീവിതം എനിക്കുണ്ട് എന്നതിന്റെ പേരിലല്ലല്ലോ പലരും ആയിത്തീരുന്നത്. ഇതൊക്കെ സങ്കടകരമായിരിക്കുന്ന കാര്യമാണ്. വചനം പഠിപ്പിക്കുക എന്നുള്ളത് പുതിയ നിയമത്തിലെ ഏറ്റവും അധികം, പഴയ നിയമത്തിലും നേതൃത്വത്തിന് കൊടുത്തിട്ടുള്ള വലിയൊരു ജോലിയാണ്. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലെ മൂപ്പന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ നന്നായി പഠിപ്പിക്കുന്ന മൂപ്പന്മാരെ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, ഇങ്ങനെ 2 ഗ്രൂപ്പായിട്ട് അവിടെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ മാനിക്കണമെന്നും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെന്നും പറഞ്ഞിട്ട് പ്രത്യേകാൽ ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യമായി എണ്ണുക എന്നാണ്. ഇരട്ടി മാനത്തിന്. സഭാഭരണങ്ങൾ നന്നായി നടത്തുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി വചന ശുശ്രൂഷയും ഉപദേശവും നന്നായി പഠിപ്പിക്കുന്നവർ. ഇത് രണ്ടും അവരുടെ ജോലിയാണ്. സഭാഭരണവും സഭാപരിപാലനവും ദൈവവചന പഠനവും ഉപദേശ പഠിപ്പിക്കലും ഒക്കെ അവരുടെ ജോലിയാണ്. അത് രണ്ടും ചെയ്യണം. വചനം പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വാക്യം വായിച്ച് പ്രസംഗം ചെയ്തുകൊണ്ടൊന്നും ആരും വചനം പഠിക്കുന്നില്ല. പല സഭകളിലും അങ്ങനെയാണ്. വന്നു ഒരു സങ്കീർത്തനം വായിച്ചു, ആരെങ്കിലും സൗര സങ്കീർത്തനം വായിച്ച് എന്തെങ്കിലും പറഞ്ഞു, കുറച്ചുപേര് സ്തോത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും 1-2 സഹോദരന്മാരെ എന്നിട്ട് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പം നുറുക്കി. അത് കഴിഞ്ഞിട്ട് സ്തോത്രാഴ്ചയോ ആഴ്ചത്തെ അനൗൺസ്മെന്റോ എന്തൊക്കെയാണോ, ചിലയിടത്താണ് നേരെ വചന ശുശ്രൂഷയിലേക്കൊക്കെ പോകും. 1 മണിക്കൂർ വേദഭാഗം വായിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ പറഞ്ഞത് കൊണ്ടൊന്നും ആളുകൾ വളരുകയില്ല. ആഴ്ചയിൽ ഒരിക്കൽ ആഹാരം കൊടുത്താൽ പിള്ളേർ വരുമോ? പിള്ളേർക്ക് എല്ലാ ദിവസവും സമീകൃതമായിരിക്കുന്ന ആഹാരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. ആടുകൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ തീറ്റയും വെള്ളവും കൊടുത്ത ആടുകളെ രക്ഷപ്പെടുകയില്ല. സഭയിലെ വിശ്വാസികളും ആടുകളാണ്. ആ ആടുകൾക്കും തീറ്റയും വെള്ളവും എന്നും കൊടുക്കണം. അപ്പോ വിശ്വാസികൾ എല്ലാ ദിവസവും അവർക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ ആഹാരം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതായിരിക്കുന്ന ജോലി മൂപ്പന്മാർക്കുള്ളതാണ്. ബൈബിൾ ക്ലാസ്സുകൾ കൂടെയും കൗൺസിലിങ്ങിൽ കൂടെയും പ്രസംഗ ക്ലാസ്സുകളിൽ കൂടെയും ഇങ്ങനെ പല വിധത്തിൽ ദൈവ മക്കൾക്ക്, സഭയിലെ ആളുകൾക്ക് ആവശ്യമായിരിക്കുന്ന വചനം കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. വചനം പഠിപ്പിക്കുക എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ. യെരുശലേമിലെ സഭയിൽ ചില പ്രയാസങ്ങളുണ്ടായി. മേശകളിൽ ശുശ്രൂഷിക്കുന്നത് സംബന്ധിച്ച് അപ്പോസ്തലന്മാർ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. 7 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡീക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തു. അത് തിരഞ്ഞെടുക്കുന്നതായിരിക്കുന്നതിനുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത് എന്താണ്? ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് നല്ലതല്ല. മേശയിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ തന്നെയും
വചന ശുശ്രൂഷ കളഞ്ഞിട്ട് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ 7 പേരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അവരെ ഈ ശുശ്രൂഷയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും. ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉച്ചരിക്കും. മൂപ്പന്മാർ ഉച്ചരിക്കേണ്ട 2 ജോലികളാണ്. ഒന്ന്, അവരെ വചന ശുശ്രൂഷ ഉച്ചരിക്കും എന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്ന ജോലി, വചനം പഠിപ്പിക്കാൻ വേണ്ടി വചനം പഠിക്കുന്ന ജോലി, ഇതെല്ലാം അവരുടെ ജോലിയാണ്. സഭയിൽ 2 or 3 പ്രാവശ്യമെങ്കിലും ഒരാഴ്ച ദൈവവചനം വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞായറാഴ്ചത്തെ ദൈവവചന ശുശ്രൂഷ, അന്നേ ദിവസം തന്നെയുള്ള ഉപദേശ പഠന ക്ലാസ്, ബുധനാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ഉള്ളതായിരിക്കുന്ന വചന പഠന ക്ലാസ്, പിന്നെ വീട്ടുപ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ ഒരു വചന ശുശ്രൂഷ, സഹോദരിമാർക്ക് വചന ശുശ്രൂഷ അവരുടെ മീറ്റിങ്ങിൽ മൂപ്പന്മാരുടെ ഭാര്യമാരും മറ്റ് സഭയിലെ മുതിർന്ന സഹോദരിമാരും അത് കൊടുക്കും. യുവാക്കന്മാരുടെ മീറ്റിംഗ് യുവാക്കൾക്ക് ആവശ്യമായ സന്ദേശം കൊടുക്കും. കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൽ അവർക്ക് ആവശ്യമായ സന്ദേശം കൊടുക്കും. യങ് കപ്പിൾസിന്റെ മീറ്റിങ്ങിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന സന്ദേശം കൊടുക്കും. പ്രായമുള്ളവരുടെ മീറ്റിങ്ങിൽ അവർക്ക് ആവശ്യമായ സന്ദേശം കൊടുക്കും. ഇങ്ങനെ ഒരു സഭയ്ക്ക് വ്യത്യസ്തങ്ങളായിരിക്കുന്ന വചന ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളുണ്ട്. ഇതൊക്കെ മൂപ്പന്മാരാണ് കൊടുക്കേണ്ടത്. മൂപ്പന്മാർ തന്നെ എല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. കഴിവും പ്രാപ്തിയുള്ള സഹോദരന്മാർ സഭയിലുണ്ടെങ്കിൽ അവർക്കും അവസരം കൊടുക്കാവുന്നതാണ്. പക്ഷെ അവർക്കത് ലഭിക്കുന്നു, ആളുകൾക്ക് ആവശ്യമായ വചനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും സഭയിലെ ആടുകൾ ആരോഗ്യമായിട്ടിരിക്കുന്നില്ല, ആവശ്യത്തിന് ആത്മീയാഹാരം ലഭിക്കുന്നില്ല എന്ന് വന്നാൽ അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുള്ള ഉത്തരവാദിത്വമാണ്. ആടുകൾ വളരുന്നില്ല, ആടുകൾ ക്ഷണിച്ചിരിക്കുകയാണ്, അവരൊന്നും ആഹാരം കഴിക്കുന്നില്ല, ദൈവവചനം വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് അവരെ കുറ്റം പറയാം. ആ കുറ്റം പറയുന്നതുകൊണ്ടൊന്നും പ്രതിസന്ധി വരില്ല. അവർ വായിക്കുന്നുവെന്നും പ്രാർത്ഥിക്കുന്നുവെന്നും കൊയറ്റേവ് എടുക്കുന്നുവെന്നും ബൈബിൾ ക്ലാസ്സുകൾക്ക് ക്രമമായി വരുന്നുവെന്നും നോട്ട് എഴുതുന്നുവെന്നും ഒക്കെ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് വചനം പഠിപ്പിക്കുക എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ഉത്തരവാദിത്വം അതിപ്രധാനമായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം സംബന്ധിച്ചൊരു പരാജയം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പലയിടത്ത് മൂപ്പന്മാർക്ക് ഞായറാഴ്ച എല്ലാവരും വരുമ്പോൾ അവരും വരും, ബുധനാഴ്ച എല്ലാവരും വരുന്നെങ്കിൽ അവരും വരും. ചിലരെ ഒന്നും ഒരുക്കത്തോടൊന്നും അല്ല വരുന്നത്. ആ ആഴ്ചയിൽ ആടുകൾക്ക് എന്താ ആഹാരമാണ് കൊടുക്കേണ്ടത് എന്ന് അവർ ആലോചിച്ച് പ്രാർത്ഥിച്ച് പഠിച്ച് നോട്ടും ഒക്കെ എഴുതി ഒരുങ്ങിയൊന്നുമല്ല വരുന്നത്. വീട്ടിലെ അമ്മമാരങ്ങനെയല്ല ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല അമ്മമാരെ, ഉത്തരവാദിത്തമുള്ള അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ആഹാരമാണ് വേണ്ടത്, എന്ത് സമീകൃത ആഹാരമാണ് കിട്ടേണ്ടത്, അവർക്ക് ആഹാരത്തിൽ എന്തെല്ലാം ലവണങ്ങൾ വേണം, വിറ്റാമിനുകൾ വേണം എന്നൊക്കെ അവർ കണക്കാക്കിയാണ് അവർ ആഹാരം ഉണ്ടാക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും കുറച്ച് അരി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്നിടത്ത് പിള്ളേരൊന്നും വളരുകയില്ല, ആരോഗ്യമുണ്ടായിരിക്കുകയില്ല. അപ്പൊ സഭയെ ക്രമീകൃതമായി പഠിപ്പിക്കുക എന്ന് പറയുന്ന മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. 6ാമതൊരു ഉത്തരവാദിത്വമായിട്ട് എടുത്തു പറയാൻ ആവശ്യമായിരിക്കുന്നത് ഉപദേശ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഉപദേശ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഒരു സഭയാകുമ്പോ സഭ വിശ്വസിക്കേണ്ട ഉപദേശങ്ങളുണ്ട്, അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പറയും. അത് സഭ സ്ഥാപിക്കുന്നതായിരിക്കുന്ന ആളുകള്, മിഷണറിമാര്, സുവിശേഷകന്മാര്, ആരെയാണോ ദൈവം ഉപയോഗിച്ചത് അവരെ മൂപ്പന്മാരെ നിയമിക്കുന്നത് വരെയുള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ അവരെ വരികയും ഉപദേശ ക്ലാസ്സുകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും. കുറച്ചു കഴിയുമ്പോൾ സഭയിൽ മുതിർന്ന വിശ്വാസികൾ ഒരു മൂപ്പന്മാരായില്ലെങ്കിൽ പിന്നെ അവർക്ക് ആ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുന്നതാണ്. ക്രമമായിട്ട് കാര്യങ്ങൾ അവർ ചെയ്യും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എത്ര നന്നായിട്ട് ഉപദേശം പഠിപ്പിച്ചാലും, അത് ഞാൻ പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ തന്നെ ഉപദേശം പഠിപ്പിച്ചാലും ദുരുപദേശങ്ങൾ വരും. കാരണം പൗലോസ് സ്ഥാപിച്ചതായിരിക്കുന്ന സഭകളിലൊക്കെ ദുരുപദേശങ്ങൾ വന്നു. ആ ദുരുപദേശങ്ങളെ തെറ്റിദ്ധരുത്താനാണ് പൗലോസ് പല ലേഖനങ്ങൾ എഴുതിയത്. കുരിന്ത ലേഖനത്തിൽ എത്ര ഉപദേശ പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രയോജനം സംബന്ധിച്ചുള്ളതായിരിക്കുന്ന ഉപദേശ പ്രയാസങ്ങൾ വന്നിരുന്നു. കൊലോസ്യ ലേഖനത്തിലുണ്ട്. വിജാതീയമായിരിക്കുന്ന തത്വസംഹിതകള്, തിന്നരുത്, കുടിക്കരുത്, ഉടരുത്, മണക്കരുത് എന്നിങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന അസറ്റിസം മുതലായ ഒരുപാട് കാര്യങ്ങൾ ഓരോരോ ലേഖനങ്ങൾ എഴുതിയത് ഓരോ ഉപദേശ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ്.
അപ്പൊ എത്ര നല്ല അധ്യാപകർ പഠിപ്പിച്ചാലും ഉപദേശ പ്രശ്നങ്ങൾ വരും. കാരണം എന്ന് പറഞ്ഞാൽ നല്ല വിത്തല്ലേ നമ്മൾ വിതയ്ക്കുന്നത്, പക്ഷെ ശത്രു കളയും വിതച്ചിട്ട് പോകുന്നവനാണ്. ഇന്നത്തെ ലോകത്ത് ദുരുപദേശങ്ങൾ കിട്ടാനായിട്ട് എങ്ങും പോകേണ്ട, വീട്ടിലിരുന്നാൽ മതി. സ്മാർട്ട് ഫോണുള്ളവർക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തോരം ഏതെല്ലാം സഭയുടെ ദുരുപദേശങ്ങൾ വേണം. യഹോവ സാക്ഷികളുടെയോ ശാബതുകാരുടെയോ ബന്ധക്കോസ് വിഭാഗങ്ങളുടെയോ റോമൻ കത്തോലിക്കരുടെയോ ഏതൊക്കെ ലോകത്ത് എത്ര ആയിരക്കണക്കിന് സഭകളുണ്ട്, അവിടെ എല്ലാ ഉപദേശങ്ങൾ രാവും പകലും ഈ സാധനത്തിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികൾ ആരെല്ലാം എന്തെല്ലാം ഇങ്ങനെയുള്ള തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ പഠിക്കുകയും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർക്കേ അറിയൂ. അതുകൊണ്ട് തെറ്റിപ്പോകാനുള്ളതായിരിക്കുന്ന സാധ്യതകൾ വളരെയാണ്. എന്നാൽ ഒരു വിശ്വാസി പോലും തെറ്റായ ഉപദേശത്തിലേക്ക് പോകാൻ പാടില്ല എന്ന നിഷ്കർഷ സഭയുടെ മൂപ്പന്മാർക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പത്യോപദേശം അവരെ നന്നായി പഠിപ്പിക്കണം. അവരെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയങ്ങളിൽ അവർ സംസാരിക്കുന്നതിൽ നിന്നും അവരുടെ ഇക്കാലങ്ങളിൽ എന്താ വായിക്കുന്നത്, എന്താ പഠിക്കുന്നത് എന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർ വീടുകൾ സന്ദർശിക്കുമ്പോൾ അവിടെ കിടക്കുന്ന പുസ്തകങ്ങൾ എന്തൊക്കെ പുസ്തകമാണതൊക്കെ, ആരെഴുതിയ പുസ്തകമാണതൊക്കെ നോക്കണം. കാരണം ഉപദേശത്തിന്റെ പ്രശ്നങ്ങൾ വന്നാൽ സഭ തകർന്നു പോകും. ഒരു ഉപദേശത്തിന്റെ കാറ്റടിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭയ്ക്ക് നേരെ നിൽക്കാനൊക്കുകയില്ല. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യെരൂശലേമിലെ സഭ, ആ സഭയിലെ ചില ആളുകളെ മറ്റ് അന്യ സഭകളിലേക്കും സ്ഥലങ്ങളിലേക്കും പോയിട്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടൂ എന്നുള്ള തെറ്റായ ഉപദേശം പഠിപ്പിച്ചു. മോശം ന്യായപ്രമാണം, മക്കളെ പരിശോധന ചെയ്യണം, അതുപോലെ ന്യായപ്രമാണത്തിലെ പ്രമാണങ്ങളെ അനുസരിക്കണം, വിശ്വാസം കൊണ്ട് മാത്രം രക്ഷിക്കപ്പെടുകയില്ല എന്ന ദുരുപദേശം അവർ പഠിപ്പിച്ചു. ന്യായപ്രമാണവാദികൾ എന്നാണ് അങ്ങനെയുള്ള ആളുകളെ വിളിച്ചിരുന്നത്. പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ എത്തിയപ്പോൾ, ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് അന്ത്യോക്യയിൽ എത്തിയപ്പോൾ ഈ വീരന്മാർ അവിടെയുണ്ട്. അവർ ഈ ദുരുപദേശമൊക്കെ പഠിപ്പിച്ച് വലിയ കലക്കമുണ്ടാക്കി. പൗലോസിനോടും ബർന്നബാസിനോടും സാരമല്ലാത്ത സംവാദം അവർക്കുണ്ടായി. അവസാനം സഭ പറഞ്ഞു, ഇവിടെ നിന്ന് ബാധിച്ച കാര്യം തീരുകയില്ല, ഇത് നമ്മൾ പരിഹരിച്ചെങ്കിലേ വെക്കൂ, സഭകളെയെല്ലാം നശിപ്പിക്കുന്ന ഒരു ഉപദേശമാണിത്. പൗലോസിനെയും ബർന്നബാസിനെയും യെരൂശലേമിലേക്ക് അയച്ചു. കാരണം അവിടെ നിന്നാണല്ലോ ഈ ഉപദേശം വന്നത്. രണ്ടാമത് അപ്പോസ്തലന്മാരുടെ ഉപദേശമാണല്ലോ സഭ പഠിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാർ എന്താണ് വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് അറിയാനെങ്കിൽ യെരൂശലേമിൽ പോകണം, അവിടെയാണല്ലോ അപ്പോസ്തലന്മാരുള്ളത്. അപ്പൊ പൗലോസും ബർന്നബാസും യെരൂശലേമിലേക്ക് പോയി. അവിടെ ചെന്ന് അപ്പോസ്തലന്മാരെ കണ്ടു. നാം വായിക്കുന്നത് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയും ഒരുമിച്ച് കൂടി. എത്ര നേരത്തെ സംവാദങ്ങൾ നമുക്കറിയില്ല, ഏതായാലും കുറേയേറെ സംവാദങ്ങൾ അവിടെ ഉണ്ടായി. പത്രോസ് പ്രസംഗിച്ചു, പൗലോസ് കാര്യങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം യാക്കോബ് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് തന്നെ അവർ തീരുമാനമെടുത്തു, ജാതികളിൽ രക്ഷിക്കപ്പെടുന്നു എന്ന ആളുകളെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കുവാൻ അവർക്കുള്ള ബാധ്യത 4 വിഷയങ്ങളിൽ മാത്രമാണ്. വിഗ്രഹങ്ങളെ, വിഗ്രഹാർപ്പിതം, വിഗ്രഹ ആരാധന സംബന്ധിച്ച കാര്യങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. രക്തം ഭക്ഷിക്കുന്ന രീതി അന്നത്തെ കാലത്തുണ്ടായിരുന്നു. മൃഗങ്ങളെ അറുത്താൽ അതിൻ്റെ രക്തം ചൂടോടെ എടുത്ത് അത് കുടിക്കുകയും അത് തണുപ്പിച്ച് ഭക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇന്നും ജർമ്മനി മുതലായിരിക്കുന്ന പല രാജ്യങ്ങളിൽ ബ്ലഡ് പുഡിംഗ് ഉണ്ടാക്കും. മൃഗങ്ങളെ അറുത്തിട്ട് അതിൻ്റെ രക്തമെടുത്ത് ഫ്രീസറിൽ വെക്കും, വെച്ചിട്ട് അത് കട്ടിയായ ശേഷം അത് കേക്ക് പോലെ മുറിച്ച് കഴിക്കും. അന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പല കാരണങ്ങളാൽ താനെ ചത്തുപോയത്. അപ്പോൾ അതിനർത്ഥത്തിന്റെ ചോര കളഞ്ഞതല്ല, അത് എന്തുകൊണ്ടാണ് ചത്തതെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഇറച്ചി ഭക്ഷിക്കരുത്. പിന്നെ രക്തബന്ധത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹങ്ങൾ എന്നുണ്ടായിരുന്നു. സഹോദരി സഹോദരന്മാരുടെ മക്കളെ വിവാഹം കഴിക്കുന്ന സർവ്വസാധാരണമായിരുന്നു. സ്വന്തം സഹോദരിയെ പോലും വിവാഹം കഴിക്കുന്നതായിരിക്കുന്ന സമൂഹങ്ങളുണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു സ്വന്തം സഹോദരിമാരെ വിവാഹം കഴിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങൾ മാത്രമാണ് ന്യായപ്രമാണത്തിലെ കാര്യങ്ങൾ സഭയ്ക്ക് ബാധകമായിരിക്കുന്നത്. അപ്പൊ അത് വലിയ ഉപദേശ വിഷയമാണ്. അതുപോലെയുള്ളതായിരിക്കുന്ന ഒരുപാട് ഉപദേശങ്ങൾ പിൽക്കാലത്ത് സഭയിൽ വന്നു. ഇന്നിപ്പോഴാണെങ്കിൽ എന്തോ ഒരു ഉപദേശ വിഷയങ്ങൾ, ആയിരക്കണക്കിന് സമുദായമുണ്ട്. സമുദായങ്ങളൊക്കെ ഓരോരോ വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഉപദേശങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ആളുകളും ഇങ്ങനെയുള്ള ഉപദേശങ്ങളിലേക്കൊക്കെ പോകാനുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. ഇന്നൊരു ബുക്ക് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നല്ല പുസ്തകങ്ങൾ മാത്രമല്ല വിൽക്കുന്നത്. നല്ല ബുക്ക് സ്റ്റോർ എന്ന് പറയുന്ന ബുക്ക് സ്റ്റോറിലാണെങ്കിലും എല്ലാ സമുദായക്കാരുടെയും പുസ്തകങ്ങൾ വിൽക്കുമെങ്കിൽ അവർക്ക് വാടക കൊടുക്കാൻ കാശ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ സ്മാർട്ട് ഫോണുകൾ, ടച്ച് ഫോണുകൾ എടുത്താൽ അതിനെന്തെല്ലാം പരിപാടികളാണ്. ലോകത്തുള്ള എല്ലാ ഭാഗത്തു നിന്നും
പ്രക്ഷേപണം ചെയ്യുന്ന ഏത് കച്ചടയും അതിൻ്റെ അകത്ത് വന്നടിയും. ഇതെല്ലാം വായിച്ചും പഠിച്ചും കേട്ടും ആളുകൾ സ്വാധീനിക്കപ്പെടുന്നു. അപ്പോ ദുരുപദേശ ഖണ്ഡനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ജോലിയാണ്. അപ്പൊ യെരൂശലേമിലെ അവരെ ഒരുമിച്ച് കൂടി കാര്യങ്ങൾ തീരുമാനിച്ചതുപോലെ സഭയുടെ മൂപ്പന്മാരെ ഒരുമിച്ച് കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ചില തെറ്റായിരിക്കുന്ന ഉപദേശങ്ങൾ അടുത്തുള്ള മറ്റു സഭകളെയും അത് ബാധിച്ചെങ്കിൽ അപ്പോസ്തലന്മാരും മിഷണന്മാരും മൂപ്പന്മാരും സഭാപ്രതിനിധികളും ഒരുമിച്ച് ചേർന്ന് അത് ചർച്ച ചെയ്ത് ശരിയായിരിക്കുന്ന ഉപദേശം എന്താണെന്ന് സ്ഥാപിക്കണം. അപ്പം മൂപ്പന്മാർക്ക് വലിയ ഉത്തരവാദിത്വമായി വിഷയം സംബന്ധിച്ചുള്ളത്. അല്ലാതെ ഞായറാഴ്ച വന്നിട്ട് എന്തെങ്കിലും ഒരു വേദഭാഗം വായിച്ചൊരു വചനം പറഞ്ഞിട്ട് അങ്ങ് പോകുക, അതിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു, അങ്ങനെ ഒരു ഉത്തരവാദിത്വം അല്ല അവർക്കുള്ളത്. ഉപദേശ പ്രശ്നങ്ങളെ പരിഹരിക്കണം. സഹോദരിമാരുടെ പങ്കിനെ കുറിച്ച് ഉപദേശ പ്രശ്നങ്ങളുണ്ട്, അന്യഭാഷയെക്കുറിച്ചുണ്ട്, പ്രവചന സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചുണ്ട്, തിരുവത്താഴത്തെക്കുറിച്ച് ദുരുപദേശങ്ങളുണ്ട്, സ്നാനത്തെക്കുറിച്ചുള്ള ദുരുപദേശങ്ങളുണ്ട്. ഏതെല്ലാം വിഷയങ്ങളാണ് ദുരുപദേശങ്ങളുള്ളത്. നമ്മുടെ വിശ്വാസികളെ ഇതൊന്നും ബാധിക്കാതിരിക്കണമെങ്കിൽ മൂപ്പന്മാർ ഉപദേശം പഠിപ്പിക്കുക മാത്രമല്ല, തെറ്റായിരിക്കുന്ന ഉപദേശങ്ങളെ ഖണ്ഡിക്കുകയും ചെയ്യണം. ഉപദേശ സംസ്ഥാപനവും അതിന് അപ്പോളജറ്റിക്സ് എന്ന് പറയും. ഉപദേശ ഖണ്ഡനം, പൊളമൈക്ക് എന്ന് പറയും. ഇത് രണ്ടും വേണം. ഉപദേശ സംസ്ഥാപനവും ഉപദേശ ഖണ്ഡനവും വേണം. ഇത് രണ്ടും ചെയ്യാൻ മൂപ്പന്മാർ കടപ്പെട്ടവരാണ്. അതുപോലെ ഏഴാമത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ് ദൈവം വിശ്വാസികൾ കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന കൃപാവരങ്ങൾ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കുക. 1 കൊരിന്ത്യർ 12 അധ്യായവും എഫേസ്യ ലേഖനം 4 അധ്യായവും 1 പത്രോസ് 4 അധ്യായവും ഒക്കെ കൃപാവരങ്ങളെ സംബന്ധിച്ച് പറയുന്ന അധ്യായങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 12, 13, 14 ഈ 3 അധ്യായങ്ങൾ കൃപാവരങ്ങളെ കുറിച്ച് സവിസ്തരം പറയുന്ന അധ്യായമാണ്. ആ അധ്യായങ്ങൾ വായിക്കുമ്പോഴറിയാം ദൈവം ഓരോരുത്തന് വരം പങ്കിട്ട് കൊടുത്തതുപോലെ പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസിക്കും രക്ഷിക്കപ്പെടുന്ന സമയത്ത് വരം കൊടുക്കും. ഒരു വരമെങ്കിലും ഇല്ലാത്ത രക്ഷിക്കപ്പെട്ട ഒരാളുമില്ല. എല്ലാ വരമുള്ളവരാരും കാണുകയില്ല. എങ്കിലും പല വരങ്ങളുള്ളതായിരിക്കുന്ന വിശ്വാസികളുണ്ട്. അപ്പോൾ ഈ വരങ്ങൾ ഉള്ളതുകൊണ്ടായില്ല, വരങ്ങളെ വളർത്തിയെടുക്കണം. നല്ല ശബ്ദമുണ്ട് ഒരു കുട്ടിക്ക് എന്നുള്ളത് കൊണ്ട് പാട്ടുകാർ യേശുദാസിനെ പോലെ പാടണമെന്ന് ബന്ധമൊന്നുമില്ല, ലതാ മങ്കേഷ്കറെ പോലെ പാടണമെന്ന് ബന്ധമില്ല. നല്ല ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദത്തെ ഡെവലപ്പ് ചെയ്യണം, അതിനെ പരിപോഷിപ്പിക്കണം, മ്യൂസിക് പഠിക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന കൃപാവരങ്ങൾ. 14 കൃപാവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ. ആ കൃപാവരങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ വിശ്വാസികൾ കൊണ്ട് സഭയിലെ അത് കണ്ടെത്തണം. പല ആളുകൾക്കും വർഷങ്ങളായി രക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോഴും അവരുടെ വരം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദർ പറയാം എൻ്റെ വരം എന്താണ്. വർഷങ്ങളായി രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ വരം അറിയില്ല. ഇത് ഞാനെങ്ങനെ നിങ്ങളുടെ വരം അറിയുന്നത്? എൻ്റെ സഭയിലുള്ള ആളാന്ന് വെച്ചാൽ നിങ്ങൾ വരം അറിയും. അപ്പോൾ വരം കണ്ടെത്തണം, പ്രോത്സാഹിപ്പിക്കണം. ഉപദേശിക്കാൻ വരമുള്ളവരെ ഉപദേശിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. പ്രബോധിപ്പിക്കാൻ വരമുള്ളവർക്ക് പ്രബോധനത്തിലുള്ള അവസരങ്ങൾ കൊടുക്കണം. ശുശ്രൂഷിക്കാൻ വരമുള്ളവർക്ക് ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ കൊടുക്കണം. അങ്ങനെ ഓരോരോ വരങ്ങളെ കൊടുത്തിട്ടുള്ള ആളുകളെ അത് കണ്ടെത്തി ആ വരങ്ങളെ വളർത്താനായിട്ട് ശ്രമിക്കണം. അങ്ങനെയാ സഭ വളരുന്നത്. ഒരു കുഞ്ഞു വളരുന്നത് പോലെയാണ്. ആ കുട്ടിയുടെ കഴിവുകൾ എന്തൊക്കെയാണ്? കണക്കിന് മിടുക്കരായിട്ടുള്ള കുട്ടികളുണ്ട്, സയൻസിന് മിടുക്കരായ കുട്ടികളുണ്ട്, കലാപരമായ കഴിവുള്ള കുട്ടികളുണ്ട്. ഓരോ കുട്ടിക്കും ഏത് ഫീൽഡിലാണ് ദൈവം കഴിവ് കൊടുത്തിട്ടുള്ളത് എന്ന് കണ്ടെത്തി ആ ഫീൽഡിൽ ആ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നെങ്കിലേ അവരുടെ ഭാവി നന്നാവും. അതുപോലെയാണ് വിശ്വാസികളും. ഇന്നിപ്പോ പല വിശ്വാസികൾക്കും അവരുടെ വരം അറിയില്ല. പിന്നെ എന്തെങ്കിലും എഴുന്നേറ്റുന്നൊരു സങ്കീർത്തനം വായിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും വായി വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടാണ് എന്ന് പറയുന്നത് പോലെ വായി വരുന്നതെല്ലാം പ്രബോധനമായിട്ടും ധ്യാനമായിട്ടും ഒക്കെ പറഞ്ഞാൽ ശരിയാവില്ല. സഭയുടെ പൊതു പ്രയോജനത്തിന് വേണ്ടി ആത്മീയ വർധനയ്ക്ക് ഉതകുന്ന നിലയിൽ ശുശ്രൂഷകൾ ചെയ്യണമെങ്കിൽ അവരവരുടെ കൃപാവരങ്ങളെ വളർത്തിയെടുത്തെങ്കിലേ സാധിക്കും. കൃപാവരങ്ങളൊന്നും തന്നെ വളരുന്നതല്ല, അതൊക്കെ വളർത്തേണ്ടതാണ്. ഒരു കൃപാവരവും തന്നെ വളരുകയില്ല. അത് നാം വളർത്തണം.
അത് കണ്ടെത്തിയിട്ട് എവിടെയാണോ നമുക്ക് കൃപാവരം ആ ഫീൽഡിൽ അത് എക്സർസൈസ് ചെയ്യാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ കൂടെ കൂടെ നമുക്ക് നൽകി ആ നിലയിൽ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. 1 തിമോഥെയോസ് 4:14 കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് പൗലോസ് തിമോഥെയോസിൽ പറയുന്നുണ്ട്. ദൈവം നിനക്ക് തന്നിട്ടുള്ള വരങ്ങളെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. മൂപ്പന്മാരുടെ കയ്യൊപ്പിനാൽ നിന്നുള്ളതായി വന്ന വരങ്ങള് പൗലോസ് പറഞ്ഞു എന്റെ കയ്യൊപ്പിനാൽ നിന്നുള്ളതായത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുള്ളത് വളർത്താൻ വേണ്ടിയാണ്, വളർത്താൻ വേണ്ടിയല്ല. ചില മൂപ്പന്മാർ ആരെയും വളരെ അനുവദിക്കാത്തവരുണ്ട്. അവരെക്കാൾ മറ്റുള്ളവർ വളർന്നു പോകുന്നുള്ള ഭയമായിരിക്കും അവർക്കുള്ളത്. അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതെല്ലാം അല്ലല്ലോ നിങ്ങളെ മൂപ്പന്മാരാക്കിയിരിക്കുന്നത്. നിങ്ങളെക്കാൾ നല്ല വരങ്ങളുള്ളവരുണ്ട്. നിങ്ങളെക്കാൾ നന്നായി പ്രസംഗിക്കാൻ ഒരുപക്ഷെ ദൈവവരം കൊടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ വളർത്തണം. സഭയ്ക്ക് പ്രസംഗങ്ങൾ വേണമല്ലോ, ഉപദേഷ്ടാക്കന്മാർ വേണമല്ലോ, പ്രബോധകന്മാർ വേണ്ടേ? വേണം. വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ജോലിയാണ്. 8ാമത് മൂപ്പന്മാർക്കുള്ള ഒരു പ്രധാന ജോലി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യാക്കോബ് 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ഒരുവൻ രോഗിയാകുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തിട്ട് അവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടയിൽ വളരെയധികം ഇല്ലാത്തൊരു കാര്യമാണ്. രോഗമല്ല, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു സഹോദരനോ സഹോദരിക്കോ രോഗമാണെന്ന് അറിഞ്ഞാൽ മൂപ്പന്മാരെ അത് അറിഞ്ഞിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കും. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരുവൻ രോഗിയാകുന്നുവെങ്കിൽ അവൻ സഭയിൽ നിന്നും മൂപ്പന്മാരെ വരുത്തട്ടെ എന്നാണ്. സഹോദര, എനിക്ക് സുഖമില്ല, അല്ലെ എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, മൂപ്പന്മാർ വന്ന് പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ട് വരുത്തണം. പോയി പ്രാർത്ഥിക്കേണ്ടത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ്, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. പക്ഷെ ഇവിടെ സാഹചര്യം വേറെയാണ്. കാരണം അവിടെ പറയുന്നുണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുമെന്ന്. നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകുന്നതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ പാപം ചെയ്യുന്നതിന് ഫലമായി ഉണ്ടാകുന്ന രോഗമാണ് ഇവിടെ വീക്ഷിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, തിരുവത്താഴത്തിൽ അയോഗ്യമായി പങ്കെടുക്കുന്നത് കൊണ്ട് ചിലരെ രോഗികളും ചിലർ ബലഹീനരും ചിലർ മരിച്ചു പോലും പോകുന്നു. അപ്പോൾ ഒരു വ്യക്തിക്കേ അറിയത്തുള്ളൂ അവന് രോഗം ഉണ്ടാകുമ്പോൾ ദൈവം ശിക്ഷിക്കുന്നതാണോ, എന്ത് പാപമാണ് അതിന്റെ ജീവിതത്തിലുള്ളതെന്ന്. താനത് പരിശോധിച്ചപ്പോൾ ഞാൻ ഇന്ന് തെറ്റ് ചെയ്തുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കുകയാണെന്ന് കണ്ടാൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരുടെ സന്നിധിയിൽ വെച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് നിരപ്പ് പ്രാപിക്കണം. ഒരുവൻ ഒരു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ പാപത്തിൽ ഒന്നിലധികം ആളുകൾ പല പാപങ്ങളും ഇടപെട്ടിട്ടുണ്ട്. കൊടുക്ക് വാങ്ങലുള്ള പാപമായിരിക്കാം, സംസാരത്തിൽ വന്ന പാപമായിരിക്കാം, ലൈംഗിക പാപമായിരിക്കാം, സാമ്പത്തിക ക്രമക്കേടുകളായിരിക്കാം, ആരുമായിട്ട് വഴക്ക് കിട്ടിയവർ ഉപദ്രവിച്ചതാകാം, എന്തെല്ലാം വിധത്തിലുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളാകാം. അപ്പോൾ ആ ബന്ധപ്പെട്ട ആളുകളെ വരുത്തി അന്യോന്യം സംസാരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരു പ്രാർത്ഥിച്ച് മൂപ്പന്മാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇന്നും അത് നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇന്നാരും അങ്ങനെ ആരും വിളിക്കാറില്ല. ഇന്ന് പിന്നെ ബലഹീനരായിട്ട് അങ്ങ് മരിക്കുകയാണ് ചെയ്യുന്നത് പലരും. രോഗം വന്നു, രോഗം മൂർച്ഛിച്ച് ബലഹീനരായി, എന്നിട്ട് മരിച്ചുപോയി. എന്നാൽ ഈ രോഗം ഒരുപക്ഷെ ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണെന്ന് കണ്ടിട്ട് മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരുപക്ഷെ ദൈവം അത് ക്ഷമിച്ചു കൊടുത്ത് അവരുടെ ആയുസ് കിട്ടിക്കൊടുത്തേനെ. മൂപ്പന്മാർക്ക് രോഗം വരുന്നിടത്തെല്ലാം ചെന്ന് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വമൊന്നുമില്ല. അങ്ങനെ ചോദിക്കരുത്, ചോദിക്കുന്നത് ശരിയല്ല. കാരണം എല്ലാ രോഗങ്ങളും പാപം കൊണ്ടൊന്നുമല്ല. പക്ഷെ രോഗിക്കറിയാം പാപം കൊണ്ട് വരുന്ന രോഗത്തിന് മരുന്ന് ചെയ്താൽ മാറുകയില്ല. അതിന് ഡോക്ടർ അല്ല വൈദ്യൻ, അത് മൂപ്പന്മാരാണ് വൈദ്യന്മാർ. അതുകൊണ്ട് ഒരു രോഗം വന്നിട്ട് എത്ര ചികിത്സിച്ചിട്ടും രോഗം ഭേദമാകുന്നില്ലെങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. മരുന്നിനും വൈദ്യനും സൗഖ്യമാക്കുവാൻ വയ്യാത്തതായിരിക്കുന്ന ഈ രോഗം ഒരുപക്ഷെ എന്റെ ജീവിതത്തിലെ പാപനിമിത്തമാണോ? അങ്ങനെ ബോധ്യമായാൽ മൂപ്പന്മാരെ വരുത്തി അവരെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഏതായാലും മൂപ്പന്മാർക്കുള്ള വലിയ ഉത്തരവാദിത്വമാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചിലപ്പോൾ അർദ്ധരാത്രിക്ക് 2 മണിക്കും ഒക്കെ ആയിരിക്കും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷയുടെ കാലത്ത്, മൂപ്പനായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം രാത്രി 2 മണിയായി. ഞായപ്പോ
ഒരു സഹോദരിയാണ് വിളിക്കുന്നത്. എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, നിങ്ങള് മൂപ്പന്മാർ വേറൊരു മൂപ്പനെ കൂട്ടിക്കൊണ്ട് മൂപ്പന്മാരെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? സഹോദരന് തീരെ സുഖമില്ല. മൂപ്പന്മാർ വന്ന് പ്രാർത്ഥിക്കേണ്ട കേസാണോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം ഈ വിഷയങ്ങളെ കുറിച്ച് സഭയെ പഠിപ്പിച്ചത് അങ്ങനെ ഒരു കേസാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് സഹോദരനെ ഈ രാത്രി വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രാത്രി 2 മണി ആയപ്പോ വേറൊരു മൂപ്പനെ വിളിച്ചു. എല്ലാ മൂപ്പന്മാരോടും പോകേണ്ട 3-4 മൂപ്പന്മാരുണ്ടായിരുന്നെങ്കിൽ 2 പേര് മറ്റേ മൂപ്പനെ വിളിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ഏകദേശം 2:30-3 മണി ആയപ്പോൾ സഹോദരന്റെ വീട്ടിൽ ചെന്നു. കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സഹോദരന്റെ കാര്യങ്ങൾ തന്റെ ജീവിതത്തിലെ ചില തെറ്റുകൾ, ഗൗരവമായ തെറ്റുകളാണ്, വളരെ ഗൗരവമായ തെറ്റുകളാണ്. ആ തെറ്റുകളെ കുറിച്ച് പറഞ്ഞു. തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച തെറ്റുകളൊക്കെ താൻ ഏറ്റു പറഞ്ഞു. ഭാര്യ കർത്താവിന്റെ നാമത്തിൽ അതെല്ലാം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ 1 മണി 4-4:30 ആയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഞങ്ങൾ ചെല്ലുന്നതിന് 24 മണിക്കൂറായിട്ട് ഏകദേശം 24 മണിക്കൂറായിട്ട് സഹോദരന് ഒരു വെള്ളം പോലും കുടിക്കാൻ സാധിക്കുകയില്ല. ചായയോ കാപ്പിയോ വെള്ളമോ മരുന്നോ എന്ത് കഴിച്ചാലും ഉടനെ ശ്രദ്ധിക്കും. ഡോക്ടർക്ക് പോയി മരുന്ന് വാങ്ങിച്ചാൽ അതും ശ്രദ്ധിക്കും. ഒന്നും ഇറക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് ഞാൻ രാത്രി ഉറക്കുമ്പോൾ അല്പനേരം വിശ്രമിച്ചു കഴിഞ്ഞു. ഒരു 9 മണി ആയപ്പോൾ സഹോദരിയെ വിളിച്ചു. സഹോദരൻ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഇപ്പൊ പറഞ്ഞ് ജോലിക്ക് പോയെന്ന് പറഞ്ഞു. രാവിലെ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പ്രഭാത ഭക്ഷണവും കഴിച്ചിട്ട് ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. പാവം നിമിത്തം വന്നതായിരിക്കുന്ന രോഗമാണ്. അതിന് ഡോക്ടർമാരും ആശുപത്രികൾക്കും ഒന്നും പരിഹരിക്കാൻ കഴിയില്ല. അത് മൂപ്പന്മാർ തന്നെ വേണം. ഇത്ര കാലം ഞാൻ നാട്ടിൽ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ ഏകദേശം 45 വർഷമായി കേരളത്തിൽ വന്ന് ശുശ്രൂഷ തുടങ്ങിയിട്ട്. ഇതിനുള്ളിൽ ഒരിക്കൽ പോലും ഒരാൾ പോലും എന്നെ വിളിച്ചിട്ടില്ല. ഒരു സഭയിൽ ഞാനായിരുന്ന സ്ഥലത്തെങ്ങും വിളിച്ചിട്ടില്ല. അങ്ങനെ മറ്റു മൂപ്പന്മാരെ വിളിച്ചതായിട്ടും എനിക്കറിവില്ല. എന്നാൽ ഒരുപാട് ആളുകൾ രോഗികളാകുകയും ഒരുപാട് ആളുകൾ രോഗം മൂർച്ഛിക്കുകയും മരിക്കുകയും ചെയ്തതായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. അവരാരും പാപം ചെയ്തതിന്റെ ഫലമായി മരിച്ചവരല്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ വിളിച്ചതിന്റെ വല്ല മരിക്കുന്നതിനും. പക്ഷെ മൂപ്പന്മാരുടെ വലിയൊരു ഉത്തരവാദിത്വമാണ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത്ഭുത രോഗശാന്തി ഒന്നുമല്ല ഇത്. പാപം ഏറ്റു പറഞ്ഞ രോഗശാന്തി പ്രാപിക്കുന്നതാണ്. ഇന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വാഗ്ദത്വമാണത്. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിക്ക് സൗഖ്യം വരുമെന്നുള്ളത്. മൂപ്പന്മാർക്ക് ആ ഉത്തരവാദിത്വം ദൈവം കൊടുത്തിട്ടുണ്ട്. 9ാമത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമായിട്ട് പറയേണ്ടത് വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രായോഗിക ഉപദേശ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു. ഇത് പ്രായോഗിക പ്രശ്നങ്ങളാണ്. 1 Corinthians 6-ാം അധ്യായത്തിലെ കൊരിന്ത്യ സഭയിലെ വിശ്വാസികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങള് സഹോദരനെതിരെ കോടതിയിൽ പോകുന്ന കാര്യം പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ അപ്പന്റെ 2ാമത്തെ ഭാര്യയെ തന്റെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല വിധത്തിലുള്ളതായിരിക്കുന്ന ജീവിത പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് വാങ്ങിച്ചാൽ കൊടുക്കാത്ത വിശ്വാസികളുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മദ്യപിച്ചിരുന്ന ചില ആളുകൾ രക്ഷിക്കപ്പെട്ട ശേഷവും പിന്നെയും രഹസ്യമായിട്ടൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രോബ്ലം ഉണ്ട്. ഭാര്യയെ ഉപദ്രവിക്കുന്ന പുരുഷന്മാരുണ്ട് വിശ്വാസികളിൽ തന്നെ. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്ന ആളുകളുണ്ട്. അയൽക്കാരുമായിട്ട് അതിർവഴക്കും മറ്റു വഴക്കും ഒക്കെ ഉള്ളവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് മൂപ്പന്മാർ തന്നെയാണ് പോകേണ്ടത്. പൗലോസ് ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ ആത്മീയരായ ഒരാൾ പോലും നിങ്ങളുടെ ഇല്ലയോ എന്ന് ചോദിച്ചു. ഒരു സഭയിലെ ഏറ്റവും ആത്മീയരായിരിക്കുന്ന ആളുകളാണല്ലോ മൂപ്പന്മാരെന്ന് പറയുന്നത്, അല്ലെ ആയിരിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവരുടെ ഭാരങ്ങളെ ചുമക്കണമെന്ന്, തെറ്റുകളെ തിരുത്തണമെന്ന്. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായി നിങ്ങൾ അങ്ങനെയുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തുവിനെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂദായുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുക, വെള്ളത്തിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുക,
കറ പിടിച്ച അങ്കി പോലും ഭവിച്ചുകൊണ്ട് ചിലരോട് കരുണ കാണിക്കുക, അതൊക്കെ മൂപ്പന്മാർക്കുള്ള വലിയ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. വിശ്വാസികൾ പല വിധത്തിലുള്ളതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിലൊക്കെ ചെന്ന് ചാടും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. അപ്പോ ഇതൊക്കെ അന്വേഷിച്ച് കണ്ട് ചെന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. 10ാമത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമായിട്ട് പറയുന്നത് മിഷണറിമാരെ വേലയ്ക്ക് വേണ്ടി അയക്കുക. മിഷണറിമാരെന്ന് ഞാൻ പറഞ്ഞത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളതായിരിക്കുന്ന ആളുകൾ എന്ന പൊതുവായ അർത്ഥത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലെ കർത്താവ് പരിശുദ്ധാത്മാവ് കർത്താവ് ഒക്കെ സഭയോട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിപ്പീൻ. അങ്ങനെ അവരെ പ്രാർത്ഥിച്ച് ഉപസിച്ച് കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഇന്നും കർത്താവ് തന്റെ ആളുകളെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത് സഭയിൽ കൂടെയാണ്. കാരണം ആരും അയക്കാതെ എങ്ങനെ പോകും? അയക്കുന്നത് സഭയാണ്. അതുകൊണ്ട് ആളുകളെ വേലയ്ക്ക് വേണ്ടി അയക്കുന്നതായിരിക്കുന്ന സഭയ്ക്ക് കർത്താവ് ആരെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന ശബ്ദം കേട്ട് അവരെ അതിനുവേണ്ടി ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ പല മൂപ്പന്മാരും അവരെ പോകില്ലെന്ന് മാത്രമല്ല, സഭയിൽ നിന്ന് ആരെങ്കിലും പോകണമെന്ന് വെച്ചാൽ അവരോട് നീ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുക, ഇവിടെ വല്ല ഒക്കെ ചെയ്ത് നീ ജോലിക്കൊന്നും പോകണ്ട, നീ പട്ടിണി നീയാകും എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ. വലിയ ഉത്തരവാദിത്വമാണ്. അതേക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാം. 1 തിമോഥെയോസ് 4:14 പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിലുള്ളതായ കൃപാവരം എന്നൊക്കെ പറയുന്നുണ്ട്. തിമോഥെയോസിനെ പൗലോസിന്റെ കൂടെ പൗലോസ് കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചപ്പോ താൻ വെറുതെ വിളിച്ചുകൊണ്ട് പോരുകയായിരുന്നില്ല. ഐക്കോണിയത്തിലുള്ളതായിരിക്കുന്ന ലിസ്ട്രയിലും ഒക്കെ ഉള്ളതായിരിക്കുന്ന സഭയിലെ മൂപ്പന്മാരെ ഒരുമിച്ച് കൂടി കൈവച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് അവർ പറഞ്ഞയച്ചത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു സഹോദര കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഭാരവും വിളിയും ഒക്കെ ഉണ്ടെന്ന് മൂപ്പന്മാരോട് പറഞ്ഞാൽ മൂപ്പന്മാർ അതേക്കുറിച്ച് ചിന്തിച്ച് സഹോദരന്മായിട്ട് ചർച്ച ചെയ്ത് പ്രാർത്ഥിച്ച് സഭയായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരെ വേലയ്ക്ക് വേണ്ടി അയക്കണം. വേലക്കാർ വളരെ കുറവാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാരെ അയക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട മൂപ്പന്മാരാണ്. കർത്താവെ, ഞങ്ങളുടെ സഭയിലെ ചെറുപ്പക്കാരെ, ഞങ്ങളുടെ സഭയിലെ സഹോദരിമാരെ കൊയ്ത്തിന് വേണ്ടി അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് മൂപ്പന്മാരാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന മൂപ്പന്മാരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയുള്ള സഭകളിൽ നിന്ന് ആളുകൾ വേലയ്ക്ക് വേണ്ടി പോകും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മൂപ്പന്മാരില്ലെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആളുകളെ കർത്താവ് അവിടെ നിന്നല്ല വേറെ എവിടെ നിന്നെങ്കിലും കർത്താവ് വിളിച്ച് വേർതിരിക്കും. വേറൊരു കാര്യം മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമായിട്ട് പറയുന്ന പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുക എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ അങ്ങനെ ഉണ്ട്. പൗലോസ് തന്റെ മാതൃക പറഞ്ഞു, എന്റെ ഈ സ്വന്തം കൈ കൊണ്ട് ഞാൻ അധ്വാനിച്ചു, എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി അധ്വാനിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവ് പറഞ്ഞതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവരെ, പാവങ്ങളെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം. പ്രാപ്തി ഇല്ലാത്തവരെ സഹായിക്കുക മൂപ്പന്മാരുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അവരുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും എപ്പോഴും കൊടുക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ സഭയെ നയിക്കുന്നവരെന്ന നിലയിൽ സഭയിലെ വിശ്വാസികളെ കൊടുക്കാൻ വേണ്ടി പ്രാപ്തരാക്കുക. പ്രാപ്തിയില്ലാത്ത സഹോദരന്മാർക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ക്ലാസുകൾ എടുക്കുക, അതിനുവേണ്ടി ആളുകളെ ഒരുക്കുക. ഇത് മൂപ്പന്മാർക്കുള്ള ഉത്തരവാദിത്വമാണ്. ഞാൻ പറയും, ഡീക്കന്മാരെ പറ്റി പറയുമ്പോൾ അതും അവർക്കുള്ള ഉത്തരവാദിത്വമാണ്. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. പല സഭകളിലും ഇല്ല. ചില സഭകളിലൊക്കെ അതിനുള്ള ഫണ്ടുകളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി അവർക്ക് ഫണ്ട് ഒരാഴ്ചത്തെ സഹോദരാഴ്ച ചില സഭകൾ മാറ്റിവെക്കും. പ്രാപ്തിയില്ലാത്ത സഹോദരന്മാരെ സഹായിക്കാൻ, വിധവമാരെ സഹായിക്കാൻ. ചിലതിന് വിധവാ ഫണ്ടെന്ന് പറയും, ചിലതിന് സഹായ നിധി എന്ന് പറയും. എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല. സഭയിലെ പ്രാപ്തിയില്ലാത്ത ആളുകളെ സഹായിക്കുവാനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട്. ആ ഉത്തരവാദിത്വം സഭ നിർവഹിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം മൂപ്പന്മാർക്കുണ്ട്. 13ാമത് പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഭയുടെ അച്ചടക്ക നടപടികൾ നടപ്പാക്കുക എന്നുള്ളതാണ്. സഭയുടെ അച്ചടക്ക നടപടികൾ നടപ്പാക്കുക. പാപം ചെയ്യുന്നവരെ ശാസിക്കുക, പരസ്യമായി ശാസിക്കുക. മത്തായി 18 പറഞ്ഞിരിക്കുന്ന പോലെ കെട്ടേണ്ടത് കെട്ടുക, അഴിക്കേണ്ടത് അഴിക്കുക.
ഒന്നുപോലും അധ്യാധ്യാധ്യ പറഞ്ഞിരിക്കുന്ന പോലെ സഭയിൽ നിന്ന് പുറത്താക്കുക, സാത്താനെ ഏൽപ്പിക്കുക, സഭയിൽ ഭിന്നതയുണ്ടാക്കുന്നവരെ ഒന്ന് രണ്ട് വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം ഒഴിവാക്കുക, സഭയ്ക്കുള്ളിൽ ചില അലക്സാണ്ടർമാരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്, ഭിന്നതയുണ്ടാക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ കണ്ടെത്തി സഭ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അവരെ ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കുക. അപ്പൊ അതൊക്കെ വലിയൊരു ഉത്തരവാദിത്വമാണ്, ചെറിയ ഉത്തരവാദിത്വമല്ല, വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ മൂപ്പന്മാർക്ക് ഒരു സഭയോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ അനേക ഉത്തരവാദിത്വങ്ങളുണ്ട്. ഒരുപാട് വിശദമായിട്ട് പറയേണ്ട ആവശ്യമുണ്ട്, പക്ഷേ അതിനുള്ള സമയം നമുക്കില്ലല്ലോ. അച്ചടക്ക നടപടി ശ്രദ്ധിക്കാത്തതായിരിക്കുന്ന മൂപ്പന്മാര് കുത്തിക്കെട്ടഴിഞ്ഞ പുസ്തകം എന്ന് പറയാറുണ്ടല്ലോ. അതിന്റെ താളുകളെല്ലാം ചെറിയ പോകുമെന്ന് പറഞ്ഞ പോലെ സഭയിലെ വിശ്വാസികളെല്ലാം ചെറിയ പോകും. അതുകൊണ്ട് അച്ചടക്ക നടപടികളിൽ വളരെയധികം ശ്രദ്ധ മൂപ്പന്മാര് നൽകേണ്ടത് ആവശ്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അത് എന്തെന്ന് ചോദിച്ചാൽ ഭവന സന്ദർശനം എന്ന് ഞാൻ പറയട്ടെ. വ്യത്യസ്ത കാര്യങ്ങൾക്ക് ഭവന സന്ദർശനം. പൗലോസ് അപ്പോസ്തലൻ 20 അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില്, യാക്കോബ് തന്റെ ലേഖനത്തിന് 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മുൻപാകെയുള്ള ഭക്തി എന്ന് പറയുന്ന അനാഥരെ വിധവമാരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പൗലോസ് പറഞ്ഞു, ഞാൻ വീട് വിടാൻ തോറും പരസ്യമായും ഭവനം തോറും വീടുകളിൽ പോകണം. മറ്റു ചില സമുദായങ്ങളിലും പാസ്റ്റർമാരൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ എല്ലാ വീടുകളിലും സന്ദർശിക്കും. പ്രശ്നങ്ങളുള്ളിടത്ത് അത് സംബന്ധിച്ചു, അല്ലാത്തതും ഒരു വീട്ടിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് എങ്ങനെയുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ, കുടുംബാരാധന ക്രമമായിട്ടുണ്ടോ, ഭാര്യ ഭർത്താക്കന്മാരെ സന്തോഷമായിട്ടാണോ പോകുന്നത്, അയൽക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ എങ്ങനെയുണ്ട്, ഒരുമാതിരി ഒരു 10 മിനിറ്റ് കൊണ്ട് ചോദിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ പ്രാർത്ഥിച്ച് ദൈവങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് പോവുക. നമ്മുടെ മൂപ്പന്മാരൊക്കെ ജോലിയുള്ളവരും ഉത്തരവാദിത്വം ഒരുപാടുള്ളവരുമാണെങ്കിൽ പിന്നെ അവർ വഴികളിലൊക്കെ അത് ചെയ്യണം. പിന്നെ സഭയിൽ ഒരുപാട് വിശ്വാസമില്ല എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ 1-2 ദിവസം വൈകിവേളയിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ അതിനുവേണ്ടി മാറ്റി വെച്ചാൽ മതി. വണ്ടിക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട് പോകാനും വരാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഭവന സന്ദർശനങ്ങൾ ചെയ്യാത്തതായിരിക്കുന്ന മൂപ്പന്മാരെ മൂപ്പൻ ശുശ്രൂഷ ശരിക്കും നടക്കൂല. ഈ സഭ കൂടുമ്പോൾ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് മൂപ്പൻ ശുശ്രൂഷയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മൂപ്പൻ ശുശ്രൂഷയുടെ ഏറ്റവും വലിയ ഭാഗങ്ങള് ആളുകൾ എവിടെയാണോ അവിടെ പോയിരുന്നാണ് അത് ചെയ്യുന്നത്. അവരുടെ ഭവനങ്ങളിലോ ഒക്കെ പോയിരുന്നാണ് ആ ശുശ്രൂഷ നിർവഹിക്കേണ്ടത്. അപ്പോ അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയുള്ള സമയത്ത് വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി വിടണം. എല്ലാ കുഞ്ഞുങ്ങളെയും വീട്ടിൽ പോകാൻ നോക്കില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്നത്തെ കാലത്ത് ഓൺലൈനിൽ പ്രാർത്ഥിക്കാമല്ലോ. മൂപ്പന്മാർക്ക് എല്ലാവരുടെയും പരീക്ഷ എപ്പോഴാണെന്ന് അറിയില്ല. അതുകൊണ്ട് പരീക്ഷയുള്ള കുഞ്ഞുങ്ങളൊന്ന് വിളിച്ചാൽ മതി, ഞങ്ങളെ ഇന്നെന്റെ പരീക്ഷയാണ്, രാവിലെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം, ആശുപത്രിയിൽ പോകുന്നവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം, ഓപ്പറേഷൻ ഉള്ളവർക്കോ തിയേറ്ററിൽ അവിടെ ഓപ്പറേഷൻ സമയത്ത് അവർ പോയി പ്രാർത്ഥിച്ചയക്കണം. ദീർഘയാത്രകളൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥിച്ചയക്കണം. കഴിയുമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി യാത്ര അയക്കണം. ഇങ്ങനെ അനേക വിധത്തിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടത് ആവശ്യമായി വരും. ചിലരെ മാനസികമായിട്ടൊക്കെ തളർന്നവരായിരിക്കും, അവരെയൊക്കെ പ്രത്യേകം പോയി ഉത്സാഹിപ്പിക്കണം. ചില വീടുകളിൽ രോഗവും മരണവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ വീടുകളിലൊക്കെ കൂടെ പോകണം, രാത്രികളിലൊക്കെ പോയിരിക്കണം. അവരെ ശക്തരായി തീരുന്നത് വരെ കൂടെ അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, ഞാൻ 10-15 വിഷയങ്ങൾ പറഞ്ഞു നിങ്ങളോട്. ഈ വിഷയങ്ങളൊക്കെ എന്താ പറയുന്നത് ചോദിച്ചാൽ, മൂപ്പന്മാർക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില മൂപ്പന്മാർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഒന്നും ചെയ്യാനില്ലല്ലോ ബ്രദറെ, ഞായറാഴ്ച ഒരു പ്രസംഗം ചെയ്യും അതല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ മൂപ്പന് ശുശ്രൂഷയെ കുറിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എനിക്ക് വിശ്വാസികളോട് ഒരു വാക്ക് പറയാനുള്ളത്, ഇങ്ങനെ എത്രയധികം ശുശ്രൂഷകളെ സഹോദരന്മാരും മൂപ്പന്മാരായിരിക്കും ചെയ്യേണ്ടതായതുകൊണ്ട് നിങ്ങൾ അവരെ പ്രാർത്ഥനയിൽ ഒരുപാട് ഓർക്കണം, ഒരുപാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ മുഷിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അവരെ ഉത്സാഹിപ്പിക്കണം.
പിതാക്കന്മാരെ പോലെ അവരെ കാണണം. അങ്ങനെയാണല്ലോ ജ്യേഷ്ഠ സഹോദരന്മാരെ അപ്പനെ പോലെ വിചാരിക്കണമെന്നാണല്ലോ. ആ നിലയിലൊക്കെ അവരെ വിചാരിക്കണം. അങ്ങനെയൊക്കെ ഒരു സഭ നന്നായിട്ട് പോകത്തുള്ളൂ എൻ്റെ സഹോദരന്മാരെ. മൂപ്പന്മാരില്ലാത്ത സഭകളാണെങ്കിൽ മൂപ്പന്മാരുണ്ടാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. മിഷന്മാരോടൊക്കെ സംസാരിക്കണം അതേക്കുറിച്ച്. എത്രയും വേഗം മൂപ്പന്മാരുണ്ടാകുവാനൊക്കെ ഉള്ള നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. മൂപ്പന്മാരുള്ള സഭകളിലാണെങ്കിൽ ആ മൂപ്പന്മാരുടെ പിന്നിൽ അണിനിരന്ന് ശക്തമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. വിമർശിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും മൂപ്പന്മാർ നന്നാവില്ല. വിമർശനങ്ങൾ ആളുകളെ തളർത്തുകയുള്ളൂ. ക്രിയാത്മകമായ വിമർശനമാണെങ്കിൽ കുഴപ്പമില്ല. നിഷേധാത്മകമായ വിമർശനമാണെങ്കിൽ ആളുകളെ തളർത്താനേ ഒക്കൂ, ആളുകളെ വളർത്താനായിട്ട് സാധിക്കില്ല. അതുപോലെ മൂപ്പന്മാരായിരിക്കും സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. മൂപ്പൻ ശുശ്രൂഷ എന്ന് പറയുന്നത് വിലയേറിയ ഒരു ശുശ്രൂഷയാണ്. അത് വളരെ വലിയ ഉത്തരവാദിത്വബോധത്തോടുകൂടി ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് കുറഞ്ഞ പക്ഷം എന്തൊക്കെയാ ശുശ്രൂഷ എന്നെങ്കിൽ നിങ്ങൾക്ക് അറിയുവാനായിട്ട് ഇടയായെങ്കിൽ സന്തോഷിക്കുന്നു.